ഞാനൊരാളെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ദുസ്വഭാവം അദ്ദേഹത്തിന്റെ ശുണ്ഠിയാണെന്ന്. ആരാന്നറിയുമല്ലോ അല്ലേ? ആ അപ്പൊ ഞാൻ ചോദിച്ചു മമ്മൂക്കയുടെ, മമ്മൂക്ക അപ്പൊ എന്തി? പിന്നെ എന്ത് പറയാം, 10 സെക്കൻഡ് ആകുമ്പോൾ ഞാൻ എല്ലാവരും ചെയ്ത അപ്പൊ ഞാൻ നിങ്ങളാരും ഉദ്ദേശിച്ചു ആ ചുമ്മാ. എനിക്ക് രമേശിനെ കാണുമ്പോൾ ഏറ്റവും വലിയ അസൂയ എന്താണെന്നറിയോ, നിങ്ങൾ മമ്മൂക്കയുടെ കൂടെ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ദൈവമേ ആൾക്കാർ ചോദിക്കുന്നമാതിരി എന്തിനാ കൂടെ നടക്കുന്നതല്ല, എന്റെ എന്താണെന്നറിയോ, എന്തോരം പഠിക്കാൻ ചോദ്യം വരുന്നത് ഞങ്ങളുടെ പ്രൊഫൈൽ തമ്മിൽ മാച്ച് അല്ലാത്തോണ്ടാ. പ്രൊഫൈൽ തമ്മിൽ മാച്ച് ഇല്ലാത്തപ്പോൾ എത്ര സാധനങ്ങൾ പഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ. എന്തൊരു ഭാഗ്യം നിങ്ങൾക്ക്. ആളുകള് ഈ പ്രൊഫൈല് മാച്ച് അല്ലാത്തതുകൊണ്ട് ആളുകൾ എപ്പോഴും മിക്ക കാര്യങ്ങളും എനിക്കെന്ത് ഗുണം എന്ന് ആലോചിച്ചിട്ട് തന്നെ ചെയ്യുന്നു. പല സൗഹൃദങ്ങളും പല ആത്മബന്ധങ്ങളും ഒക്കെ പരസ്പരം എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് നോക്കും. ഞാൻ ഒരിടത്ത് പറഞ്ഞു അത്. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ചില ഗുണങ്ങളൊക്കെ വേണേൽ ആലോചിക്കാം. എനിക്ക് സിനിമയിൽ അവസരം കിട്ടും, ഞാൻ അങ്ങനെ ചെയ്യാൻ ഇല്ല, ഞാൻ ചെയ്യുന്നില്ല, കിട്ടുന്ന ചിന്തിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവർക്ക് ഒരു ഉത്തരവില്ല, ഇവനെ എന്തിനു കൊണ്ടുവരണം എന്ന് ചിന്തിച്ചാൽ ഒരു കാര്യമില്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു എന്നും ഓരോന്നും പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഒരു ഒബ്സർവേഷൻ എപ്പോഴും അദ്ദേഹത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം വരുന്നത് എന്താ? ഒരുപാടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ അദ്ദേഹത്തിന് ഈ ഫിസിക്കലി അദ്ദേഹം വളരെ ബോഡി ഫിറ്റായിട്ട് നോക്കുന്നു, ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്നുള്ളതിനൊക്കെ അപ്പുറം നമുക്ക് ആദ്യം പ്രായമാവുന്ന സാധനം മനസ്സിലാണ്. അവിടെ പ്രായം തട്ടാതെ നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നൊരു കാര്യമാണ്. പിന്നെ ചില തർക്കങ്ങൾ അദ്ദേഹവുമായിട്ടൊക്കെ തർക്കിക്കുമ്പം ഈ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ പവർ ഉപയോഗിച്ച് തർക്കം ചെയ്യിക്കാമല്ലോ, അത് ചെയ്യൂല. അത് നമ്മൾ പറഞ്ഞൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൂഗിൾ നോക്കിയിട്ട് അത് നിങ്ങൾ പറഞ്ഞാൽ ശരി, അല്ലെങ്കിൽ ഇതാണ്